ചാക്കയിലുള്ള സാഗര റെസ്റ്റോറൻറ്റിലാണ്. തിരുവനന്തപുരത്താർക്ക് സാഗര റെസ്റ്റോറൻറ്റ് അങ്ങനെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല. മീൻ വിഭവങ്ങൾക്ക് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള റെസ്റ്റോറൻറ്റാണ് സാഗര റെസ്റ്റോറൻറ്റ്. അപ്പോൾ ഇന്ന് പൊതിച്ചോറ് എന്ന് പറയുന്ന പുതിയൊരു വിഭവമാണ് ഇവർ നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളിലേക്ക് നമുക്ക് നോക്കാം. കയറി നോക്കാം എങ്ങനെയാണ് ഇവർ പൊതിച്ചോറ് പ്രിപ്പയർ ചെയ്യുന്നത്, എന്തൊക്കെയാണ് ഡിഷസ് എന്ന് കയറി നോക്കാം നമുക്ക്. അറിയാമോ, സാഗരയുടെ കിച്ചണിനകത്താണ്. അപ്പോൾ സാഗരയിൽ നമുക്ക് വേണ്ടി ഈ ചേട്ടനാണ് പൊതിച്ചോറ് നമുക്ക് പ്രിപ്പയർ ചെയ്ത് തരാമെന്ന്. അപ്പോൾ നമുക്ക് ചേട്ടനെ ഒന്ന് ആദ്യം പരിചയപ്പെടാം. ഹിന്ദിക്കാരനാണ് ചേട്ടൻ, പക്ഷെ മലയാളം നന്നായിട്ട് അറിയാം, നമ്മൾ പറയുന്നതൊക്കെ മനസ്സിലാവും. എന്താണ് ഉണ്ടാക്കുന്നത്? पुलीचोर बना रहे हैं हम लोग, जैसे कि पुलीचोर, पोदीचोर। उसके लिए हम लोग सब सामान इधर रेडी किया है। पहले हम लोग तावा को फायर किया है। तवा में बना रहे हैं? तावा में। पहले फर्स्ट क्या? पहले हम लोग जो प्रॉन्स लेते हैं, पहले प्रॉन्स। हाँ, प्रॉन्स. അപ്പോൾ തവയിലാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഒരു 10 മിനിറ്റ് മുമ്പ് തവ ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് പ്രോൺസ് ആണ്, നല്ല ചെറിയ കൊഞ്ച്. മസാല ഗാർലിക് ജിഞ്ചർ, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആണ് ആദ്യം ഇടുന്നത്. കൊഞ്ച്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഒരു ടീസ്പൂൺ, 1 ടീസ്പൂൺ, 1 ടീസ്പൂൺ. उसके बाद सॉल्ट डालेंगे, കുറച്ച് ആവശ്യത്തിന് ഉപ്പ്. ये क्या है? ये पेपर, ब्लैक पेपर पाउडर, കുരുമുളക് പൊടി. അപ്പോൾ നമ്മൾ പ്രോൺസ്, ഉപ്പ്, കുരുമുളക് പൊടി, क्रश चिल्ली, लेमन जूस, ये सब मिलाते हैं. ओके. उसके बाद में हम लोग ये डालते हैं. ये क्या है? ये कश्मीरी चिल्ली पाउडर, ടർമറിക് പൗഡർ, മഞ്ഞൾപ്പൊടി, കാശ്മീരി ചില്ലി പൗഡർ, കുരുമുളക് പൊടി, ക്രഷ് ചില്ലി എല്ലാം ഇട്ടിട്ടുണ്ട്. ഭയങ്കര എരിവായിരിക്കും ചിലപ്പോൾ. ജീരകപ്പൊടി അതും കൂടെ ചേർക്കുന്നുണ്ട്. ജീരകപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട് ഇതിനകത്ത്. കറിവേപ്പില, അറ്റ്ലാസ് കറിവേപ്പിലയും കൂടെ ചേർത്ത് മിക്സ് വെളിച്ചെണ്ണയിലാണ് പ്രിപ്പയർ ചെയ്യുന്നത്. ആദ്യം കോക്കനട്ട് ഓയിൽ ഇടാൻ പോവാണ്. അപ്പം നല്ലോണം തവ ചൂടായിട്ടുണ്ട്. ज़्यादा तेल नहीं चाहिए? नहीं, ओनली 3 मिनट या 4 मिनट. टाइम भी नहीं लगेगा? ज़्यादा टाइम नहीं. നല്ലോണം വെന്ത് വരാൻ വേണ്ടിയിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് എണ്ണ ഇങ്ങനെ തൂയിക്കൊണ്ടിരിക്കണം. उसका साथ में जो क्या हम जैसे पुलीचोर के साथ में, उसके लिए हम कनवा, ये नतोली, ഇതാണ് കണവ, വലിയ കണവ. വലിയ കണവ നെക്സ്റ്റ് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. ഇത് ആകുമ്പോഴത്തേക്കും നെക്സ്റ്റ് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് വലിയ കണവ. ഈ क्या बना रहे हो कनवा? वो भी ऐसे ही माने सेम तावा में फ्राई करते हैं. इसमें थोड़ा डिफरेंस चेंज होएगा. क्या डिफरेंस आएगा? इसमें पेपर थोड़ा इसमें ज़्यादा चाहिए और उसमें थोड़ा कम डालते हैं. इसमें कम चाहिए? हाँ, कम चाहिए. നമ്മൾ കൊഞ്ചിൽ കുരുമുളക് പൊടി കുറച്ച് കൂടുതൽ ഇട്ടിട്ടാണ് ചെയ്യുന്നത്. പക്ഷേ കണവയിൽ കുറച്ച് കുരുമുളക് പൊടി കുറച്ചിട്ടിട്ട് സെയിം പോലെയാണ് ഉണ്ടാക്കുന്നത്, പക്ഷേ കുരുമുളക് പൊടി കുറവാണ് ഇടുന്നത്. അതാണ് ഡിഫറൻസ് ഇതിൻ്റെ രണ്ടിൻ്റെ. പ്രോൺസിൽ മുകളിൽ വെളിച്ചെണ്ണ ഇട്ടിട്ടില്ലായിരുന്നു. ഇപ്പോൾ കണവയിൽ പച്ചയ്ക്ക് തന്നെ മുകളിൽ കുറച്ച് വെളിച്ചെണ്ണ തൂവിയിട്ടുണ്ട്. കാരണം അത് നമ്മൾ തവയിലിടുമ്പോഴത്തേക്ക് അടുക്കി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്, പെട്ടെന്ന് അടുക്കി പിടിക്കുന്ന സാധനമാണ് ഈ കണവ എന്ന് പറയുന്നത്. അപ്പോൾ പെട്ടെന്ന് അടുക്കി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ തൂവിയിട്ട് അത് മിക്സ് ചെയ്തിട്ടാണ് തവയിലിടാൻ പോകുന്നത്. മിനിറ്റ് കൊണ്ട് റെഡി ആവുമെന്നാണ് പറയുന്നത്. തേർഡ് ചേട്ടൻ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നതാണ് നമ്മുടെ സ്വന്തം നത്തോലി തവ ഫ്രൈ ആണ് ഇനി ഉണ്ടാക്കാൻ പോകുന്നത്. ഇതിലും സെയിം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. അപ്പം ചേട്ടൻ നമുക്കൊരു ടിപ്പും കൂടെ പറഞ്ഞു തന്നിട്ടുണ്ട്. നമ്മൾ എന്ത് മീൻ വിഭവം ഉണ്ടാക്കിയാലും അതിനകത്ത് കുറച്ച് ലെമൺ ജ്യൂസ് അല്ലെങ്കിൽ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് പോട്ടെ, ലെമൺ ജ്യൂസ് നമ്മൾ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് കിട്ടും. ആ മീനിൻ്റെ ഫ്ലേവർ ബിമില്ലേ, ആ മീനിൻ്റെ ആ പച്ച മണം മാറിയിട്ട് നല്ല ഫ്ലേവർ കിട്ടും, നല്ല ടേസ്റ്റും കൂടും എന്നാണ് ചേട്ടൻ നമുക്കൊരു ടിപ്പും കൂടെ പറഞ്ഞത്. ये क्या है? ये ग्रीन चिल्ली पेस्ट है और कोरिएंडर का पेस्ट है. ग्रीन चिल्ली कोरिएंडर.
ഇതിൽ അടുത്ത ടിപ്പ്, ഇതിൽ വൈറ്റ് പെപ്പറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ബാക്കി രണ്ടെണ്ണത്തിലും ബ്ലാക്ക് പെപ്പർ പൗഡർ യൂസ് ചെയ്തു, ഇതിൽ വൈറ്റ് പെപ്പർ യൂസ് ചെയ്തു. എന്താണെന്ന് വെച്ചാൽ ഗ്രീൻ കളർ കിട്ടാൻ വേണ്ടിയിട്ട്. 5 മിനിറ്റ് കൊണ്ട് സംഭവം റെഡി ആയിട്ടുണ്ട്. കണവ തവ ഫ്രൈ 5 മിനിറ്റ് കൊണ്ട് റെഡിയായി. ഇനി നെക്സ്റ്റ് നത്തോലി തവ ഫ്രൈ. ഇപ്പം അധികം ഇട്ട് ഇളക്കാൻ പറ്റത്തില്ല, നത്തോലി മീനായതുകൊണ്ട് പെട്ടെന്ന് പൊടിഞ്ഞു പോകും. ഇപ്പം നമ്മുടെ നത്തോലി തവ ഫ്രൈയും റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ ഗ്രീൻ കളറാണ്. ഫ്രൈ എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും ഡാർക്ക് ബ്രൗൺ കളറായിരിക്കും. ആ ഗ്രീൻ ചില്ലി പേസ്റ്റ് ചേർത്തതുകൊണ്ട് ഗ്രീൻ കളറിലാണ് ഇരിക്കുന്നത് ഈ നത്തോലി തവ ഫ്രൈ. ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കാൻ പോകുന്നത് ഈ സാധനം. ഓക്കേനാ? ഇവിടെ ഈ ചേട്ടൻ നമുക്ക് നോൺ സ്റ്റോപ്പ് ആയിട്ട് ഓരോ കാര്യങ്ങൾ ഉണ്ടാക്കി തന്നുകൊണ്ടിരിക്കും. ഇതിപ്പം 4ാമത്തെ വിഭവമാണ് നമുക്ക് ഉണ്ടാക്കി തരാൻ പോകുന്നത്. ഇത് ഓംലെറ്റ് ഈ കേക്ക് ഗ്രീൻ ചില്ലി, ഒനിയൻ ചോപ്പ്, പെപ്പർ, സോൾട്ട്. സെയിം നമ്മുടെ ഓംലെറ്റിൻ്റെ അതേ ഇൻഗ്രീഡിയൻസ് ആണ്. ഓണിയൻ, ഗ്രീൻ ചില്ലി, പെപ്പർ, സോൾട്ട്, മട്ട. ഓംലെറ്റ് റെഡിയായി. നമുക്ക് വേണ്ടി 4 വിഭവങ്ങളാണ് ചേട്ടൻ പ്രിപ്പയർ ചെയ്ത് തന്നത്. കൊഞ്ച് ഫ്രൈ, കണവ ഫ്രൈ, നത്തോലി ഫ്രൈ, ഓംലെറ്റ്. ആൻഡ് താങ്ക് യു ചേട്ടാ, താങ്ക് യു സോ മച്ച്. ഇനി നമുക്ക് പൊതിയാം. നമുക്ക് പേപ്പറിനകത്ത് ഇതെല്ലാം ഇല വെക്കുക. ഇല വെച്ചതിന് ശേഷം ആദ്യം ചോറ് വരാം. സെൻറ്റർ നോക്കി വെക്കണം. അതിനോടൊപ്പം ഇനി കുറച്ച് അച്ചാർ വെച്ചതിൽ വയ്ക്കുക. അത് കഴിഞ്ഞിട്ട് പപ്പടം വയ്ക്കുക. ഒരേ സൈഡിലേക്ക് വയ്ക്കുക. ഓംലെറ്റ് എടുക്കുക. പപ്പടം അതിൻ്റെ മുകളിൽ വെക്കുക. പപ്പടം പൊടിഞ്ഞു പോകും പൊടിയുമ്പോൾ. അപ്പോൾ അത് അങ്ങോട്ട് കൂട്ടി വയ്ക്കുക. ഒരു സൈഡ് ഇങ്ങോട്ട് മടക്കുക. ഭയങ്കര രസമായിട്ടാണ് ചേട്ടൻ പൊതിച്ചോറ് പൊതിഞ്ഞുകൊണ്ടിരിക്കുന്നത്. സാഗരയിലെ സ്പെഷ്യൽ പൊതിച്ചോറ് എൻ്റെ ഫ്രണ്ടിൽ കൊണ്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് തുറന്നു നോക്കാം, എന്നിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കാം എല്ലാ വിഭവങ്ങളും. ചോറും തേങ്ങാ ചമ്മന്തി മലയാളിയിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു വിഭവം. സാഗരയിൽ വന്നിട്ട് കൊഞ്ചിൻ്റെയും കണവയുടെയും ഒന്നും ടേസ്റ്റ് നമ്മൾ പ്രത്യേകം പറയേണ്ട ആവശ്യമൊന്നുമില്ല. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, നല്ല ടേസ്റ്റ് ആയിരിക്കും എന്ന്. പ്രത്യേകം ഞാൻ പറയേണ്ട കാര്യമില്ല, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഈറ്റിംഗ് ഔട്ടിൽ അടുത്ത ആഴ്ച പുതിയൊരു വിഭവവും പുതിയൊരു സ്ഥലവുമായിട്ട് നമുക്ക് കണ്ടുമുട്ടാം. ബൈ.